ഇന്ന് നമ്മളുള്ളത് ബ്ലാത്തൂരാണ്. ഗാന്ധിവിലാസം ALP സ്കൂളിൻ്റെ കുട്ടികൾ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് കൊയ്ത്തുത്സവം എന്ന പേരിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ കുട്ടികളുടെ കൊയ്ത്തും അതോടൊപ്പം അധ്യാപകർ എല്ലാം ഈ നാട്ടുകാരടക്കമാണ് ഈ ഒരു കൊയ്ത്തുത്സവം നടത്തുന്നത്. എന്തായാലും അവരുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബ്ലാത്തൂർ ഗാന്ധിവിലാസം LP സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബ്ലാത്തൂർ വയലിൽ വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബോബി എണ്ണച്ചേരിയിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കണ്ടം പൂട്ടൊക്കെ നേരിൽ കാണുന്നത്, പിന്നെ വർഷങ്ങൾക്ക് ശേഷം നമ്മളും ഒപ്പം പണിയാനായിട്ട് ഇറങ്ങാൻ തുടങ്ങി. ഈ വർഷം എന്തോ നമ്മുടെ കണ്ടത്തിൽ പണിയൊന്നും നടന്നില്ലായിരുന്നു. അപ്പോൾ കൊയ്ത്തുത്സവം ഭയങ്കര സന്തോഷം തോന്നി. നമുക്കും സാധാരണ വീട്ടിലെ കൊയ്ത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമ്മളും കൊയ്യാനൊക്കെ ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം എനിക്കൊന്ന് ഒരുപിടി നെല്ലെങ്കിലും കൊയ്യാൻ സാധിക്കുമെന്ന് ഒരുപാട് സന്തോഷം കൊണ്ട് തന്നെയാണ് ഞാനത് സ്വീകരിക്കുകയും ചെയ്തത്. ഇവിടെ നിന്നിപ്പോൾ ഇങ്ങനെ വിശാലമായ പാടശേഖരമൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷം തോന്നി. ഇപ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് തന്നെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനാൽ നമുക്ക് ഈ സാറ് പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവിടെ പറയാൻ പറ്റുന്നതാണ്. നമുക്ക് സാധ്യമാവുന്നത് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും കുഞ്ഞ് കൈകൊണ്ട് വെച്ച ഞാറുകൾ വിളവെടുത്ത് പാകമായി നിൽക്കുകയാണ്. നെല്ലിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഓരോ ദിവസവും അതിൻ്റെ വളർച്ച നേരിട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് ഓരോ ദിവസവും പൊങ്ങി വരുന്നത്. ഇതുപോലെ നമ്മൾ വളർച്ചയെ നേരിട്ട് കാണാവുന്ന ഒരു സസ്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര രസമാണ്. ഇതിൻ്റെ കതിര് പൊട്ടുന്നൊക്കെ തലേ ദിവസം കാണാതിരിക്കുന്ന കതിര് പിറ്റേ ദിവസം പൊട്ടി വരുന്നത്, അത് വളയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതറിയാൻ കഴിയും. എന്നാലും കുഞ്ഞു മക്കൾ ആ ചേറിലിറങ്ങി ഞാറ് നട്ടതൊക്കെ ഭയങ്കര അതിശയം തന്നെ. ഇനി ഈ നെല്ല് പുഴുങ്ങി ഉണങ്ങിയാണ് നിങ്ങൾക്ക് ചോറ് വെച്ച് തരികയെന്ന് സാറ് പറഞ്ഞപ്പം അതിലേറെ സന്തോഷം തോന്നി. നമ്മൾ നട്ട സാധനത്തിൻ്റെ വിളവ് നമ്മൾ ഭക്ഷിക്കുക എന്നുള്ള പഴയ രീതിയെ ഇന്നും ഈ തലമുറയ്ക്ക് അന്യം നിന്ന് പോകാതിരുന്നല്ലോ. സംഘാടക സമിതി ചെയർമാൻ രാമചന്ദ്രൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R മിനി, ഗ്രാമപഞ്ചായത്ത് അംഗം PV ശൈല, മദർ PTA പ്രസിഡന്റ് KV സരിത, P പത്മനാഭൻ, ബിജു വട്ടക്കിൽ, BV ദാമോദരൻ, PO രാധിക തുടങ്ങിയവർ സംസാരിച്ചു. പ്രദീപൻ കണ്ണോത്ത് സ്വാഗതവും ചിന്താമണി ടീച്ചർ നന്ദിയും പറഞ്ഞു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറിയപ്പെടുന്ന അല്ലെങ്കിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രമായി, നാടിന്റെ സ്തംഭമായി മാറിയിട്ടുള്ള സ്കൂളിന്റെ 75 വർഷം പൂർത്തിയാകുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുള്ള 75 പരിപാടി, ആ പരിപാടി ഏതാണ്ട് അതിന്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. അത് ഈ മാർച്ച് മാസം അവസാനത്തോടു കൂടി അതിന്റെ വിപുലമായ രീതിയിലുള്ള സമാപന പരിപാടിയോടുകൂടി അതിന്റെ സമാപന പരിപാടി അവസാനിക്കുകയാണ്. വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇവിടെ നടന്നു കഴിഞ്ഞു. കുട്ടികളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും തുടങ്ങിയിട്ടുള്ള നാനാവിഭാഗം ആളുകളുടെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ഇവിടെ നടന്നു കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയാണ് കൊയ്ത്തുത്സവം. ഈ കൊയ്ത്തുത്സവം നമ്മുടെ പ്ലാറ്റിനം ജൂബിലി സംഘാടക സമിതിയുടെ അംഗവും അതുപോലെ തന്നെ PTA ഭാരവാഹിയായിട്ടുള്ള ബിജു വട്ടക്കിലിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ 3-4 കണ്ടം ഇവിടെ വിത്തിട്ട് അതിന്റെ കൊയ്ത്തുത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഗാന്ധിവിലാസം ALP സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് കൊയ്ത്തുത്സവമാണ് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ കൂടെ മാഷ്, പ്രദീപ മാഷും അതുപോലെ തന്നെ നമ്മുടെ PTA അംഗമായിട്ടുള്ള ചേട്ടനും കൂടിയാണ് നമ്മുടെ കൂടെയുള്ളത്. എന്തായാലും ഇതൊരു പ്രത്യേക ഒരു പരിപാടിയാണ്. കുട്ടികളാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് മാഷോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. മാഷ, എന്താണ് ഇതിൻ്റെ? നമ്മുടെ ഗാന്ധിവിലാസം ALP സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ്. പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2025 ജനുവരി മുതൽ 2026 ഏപ്രിൽ വരെ വിവിധങ്ങളായ പരിപാടികൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഈ വർഷം ഒട്ടേറെ പരിപാടികൾ, 75ഓളം പരിപാടികൾ നടക്കുകയാണ്.
ഈ പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പരിപാടിയായി കാണുന്നത് കുട്ടികളിൽ കൃഷി അഭിരുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി കാർഷിക വൃത്തിയോട് അവർക്ക് താല്പര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ വയലിൽ കൃഷി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കൃഷി നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ്, കൊയ്ത്ത് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു ഭാഗം ബിജുവാട്ടനുണ്ട്. ബിജുവാട്ടനാണ് ഇതിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ളത്. എന്തായാലും ബിജുവാട്ട, എന്താണ് കുട്ടികൾ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു തലമുറ എന്ന് പറയുമ്പോൾ കൃഷിയോട് ഒരു കമ്പമില്ലാതെ തലമുറയാണ്. പക്ഷേ കുട്ടികൾ ഇപ്പോഴേ കൃഷിയോട് കമ്പമുണ്ടായി കൊയ്ത്തിനിറങ്ങുന്നു. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച്? ഇപ്പോഴത്തെ കുട്ടികൾ നിലവിൽ ഈ സ്പോർട്സ് അങ്ങനത്തെ കാര്യത്തിലാണ്, കൃഷിയിലേക്ക് ഇറങ്ങൽ കുറവാണ്. അപ്പോൾ ഇപ്പം പൊതുവെ കാണുന്നത് നമ്മൾ ഈ മദ്യലഹരിയിലേക്ക് അടിമപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃഷി പോലത്തെ കൃഷിയിലേക്ക് കുട്ടികളെ എങ്ങനെ നമുക്ക് ഇറക്കാം എന്നതൊരു ഇതാണ്. അപ്പോൾ അത് ചെറുപ്പത്തിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനോട് താല്പര്യം ഉണ്ടാകും. അത് ഭാവിയിൽ ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. അതൊരു പാടശേഖരം മുഴുവനായിട്ട് നടന്നൊരു കാലം ഉണ്ടായിരുന്നു പണ്ടല്ലോ. ഇപ്പം പണിക്കാരെ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെയെല്ലാമായിട്ട് ഇപ്പം അത്യാവശ്യം നടക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനോട് നടന്നു കഴിഞ്ഞാൽ തൊഴിലാളികളെ പ്രശ്നമാണ് മെയിനായിട്ട് ഒന്ന് കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏക്കർ കണക്കിന് വയലും കാര്യങ്ങളുണ്ട്, പക്ഷേ നടക്കാനുള്ളൊരു ഇതില്ല. എന്ന് വെച്ചാൽ നമുക്ക് തൊഴിലാളികളെ കിട്ടാതെ ഒരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത് മെയിനായിട്ടുള്ളത്. അപ്പോൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം, നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം, അത് വിഷരഹിതമായ ഭക്ഷണം നമുക്ക് കഴിക്കാം. അപ്പോൾ പച്ചക്കറി കൃഷിയായാലും നെൽകൃഷിയായാലും എല്ലാം നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ ഇതിനകത്തൊന്ന് പറയാനുള്ളത്, നമ്മൾ ബ്ലാത്തൂർ പാടശേഖരത്തിൽ ഒരു 2-3 കുഴൽക്കിണർ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളിലും നമുക്ക് പച്ചക്കറി കൃഷി നല്ല രീതിയിൽ തന്നെ നമുക്ക് വീടിൻ്റെ മുമ്പ് തന്നെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതും ജില്ലാ പഞ്ചായത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MLA ഫണ്ട് MP ഫണ്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലാത്തൂർ പാടശേഖരം നല്ല രീതിയിൽ അതിനെ ഒരു ഊർജ്ജസ്വലമാക്കി എടുക്കാൻ പറ്റുന്നൊരു കാലഘട്ടം ഇനി വരുന്നത്. അപ്പോൾ ഇതിനോട് താല്പര്യപ്പെട്ടിട്ട് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ വരുന്ന തലമുറക്ക് കൃഷിയോട് താല്പര്യം കൂടും. ഇതാ പറയാനുള്ളത്. ബ്ലാത്തൂരിൻ്റെ ഒരു കർഷകനുണ്ട്, ഷാജിയേട്ടൻ. ആ ഷാജിയേട്ടനാണ് നമ്മുടെ കൂടെയുള്ളത്. ഇന്ന് ബ്ലാത്തൂർ ഗാന്ധിവിലാസം LP സ്കൂളിൻ്റെ ഭാഗമായിട്ട് പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായിട്ട് ഒരു കൊയ്ത്തുത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഷാജിയേട്ടൻ്റെ ഒരു പറമ്പിൻ്റെ ഭാഗമായിട്ടാണ് അവിടെയാണ് ഈ കൊയ്ത്തുത്സവം നടക്കുന്നത്. അപ്പോൾ ഷാജിയേട്ട, എന്താണ് ഒരു കർഷകനാണ്, ബ്ലാത്തൂരിൻ്റെ ഒരു കർഷകൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഈ ഒരു പരിപാടിക്ക് കുട്ടികളൊക്കെ ഇപ്പോൾ ഈ കൊയ്ത്തും പരിപാടിക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ബ്ലാത്തൂർ വയലിൽ ഞാനൊരു 6 ഏക്കറോളം സ്വന്തമായി കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ കൃഷിയും വൻപയർ, ചെറുപയർ, അതുപോലെ ഉഴുന്ന്, എല്ലാ കൃഷിയും. അപ്പോൾ ഞാനൊരു 14 മേച്ചർ കൃഷിക്കാരനായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ കൃഷിയിലേക്ക് ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി 2 വർഷം മുന്നേ പടിയൂർ ഗവൺമെൻറ് സ്കൂളിലെ NSSൻ്റെ കുട്ടികൾ ഒരു 70ഓളം കുട്ടികൾ വന്ന് നമ്മളൊരു 1 ഏക്കറോളം സ്ഥലം അവർ തന്നെ ഞാറ് നട്ട് അവർ തന്നെ കൊയ്തെടുത്ത് ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ചെളിയിലേക്ക് ഇറങ്ങി ആ ഒരു അനുഭവങ്ങൾ അതിനുശേഷം സ്കൂളിൽ വെച്ചൊരു സെമിനാറിൽ വെച്ച് സംസാരിക്കുകയുണ്ടായി. അതുപോലെ ഈ ബ്ലാത്തൂർ സ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിയെ ബന്ധപ്പെട്ട് ഒരു നെൽകൃഷി നടത്തിയാലോ എന്നുള്ളൊരു ആലോചന എന്നോട് ബിജു പറഞ്ഞപ്പോൾ ഞാൻ തന്നെ എൻ്റെ 1 ഏക്കറോളം സ്ഥലം ഫ്രീ ആയിട്ട് അവർക്ക് നടക്കാൻ കൊടുക്കുകയായിരുന്നു. അപ്പോൾ അത് നടക്കാൻ കൊടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് അടിസ്ഥാന സൗകര്യം ഞാറിടാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാറ് നട്ട് അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് കൊയ്ത്തുത്സവം. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആൾക്കാർ അല്ലെങ്കിൽ ഇത്രയും കുട്ടികളെ ഈ കൃഷിയെ ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്തേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റി. അല്ലെങ്കിൽ വരുന്ന ഭാവിയിലേക്ക് നെൽകൃഷി എങ്ങനെയാണ്, എന്താണ് ചളിയിലിറങ്ങാനുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഈ പണി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും, അതുപോലെ നമ്മൾ ആദ്യം വരുമ്പോൾ ബ്ലാത്തൂർ സ്കൂളിലെ കുട്ടികൾക്ക് അരി എവിടുന്ന് ഉണ്ടാകുന്ന പോലും മനസ്സിലായിട്ടില്ല, അരി എങ്ങനെ വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ കാണിച്ചു കൊടുത്തപ്പോഴാണ് നന്നല്ല മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ അത് മാറ്റം വന്നു 2-3 വർഷത്തെ കൃഷിയെ ബന്ധപ്പെട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് വളരെ വളരെ സന്തോഷമുണ്ട്. ഈ പ്ലാറ്റിനം ജൂബിലിയെ ബന്ധപ്പെട്ട് ബ്ലാത്തൂർ വയലിൽ ഞാൻ പാടശേഖര സെക്രട്ടറി കൂടിയാണ്, അതുപോലെ കാർഷിക കർമ്മസേനയുടെ അടുത്ത സെക്രട്ടറിയാണ്, അപ്പോൾ ADC മെമ്പറുമാണ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് കമ്മിറ്റീൻ്റെ. അപ്പോൾ ആ നിലക്ക് ഈ പ്ലാറ്റിനം ജൂബിലിയെ ബന്ധപ്പെട്ട് ബ്ലാത്തൂർ വയലിൽ ഇറക്കിയിട്ടുള്ള നെൽകൃഷിൻ്റെ വിളവെടുപ്പുത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വളരെ സന്തോഷം. എന്തായാലും ഈ കുട്ടികളുടെയും അധ്യാപകരുടെയും ഈ കൊയ്ത്തുത്സവം അതൊരു വിജയകരമായിട്ട് മുന്നോട്ട് പോട്ടെ, എല്ലാം ഒരു തുടക്കമാവട്ടെ. ഇപ്പോൾ കുട്ടികളൊക്കെ ഈ കൃഷിയിലേക്ക് ഇറങ്ങട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ക്യാമറമാൻ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, AGNet.